പോകുന്നത് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 നമ്മൾ ശരിക്കും ഇതിനകത്തിൽ M2M പറ്റിയും IoT പറ്റിയാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് M2M ഇതിനകത്തുള്ള ഫസ്റ്റ് പേജ് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ എല്ലാം കൂടെ എഴുതിയിരിക്കുന്നത് എന്താണ് കാര്യങ്ങളെന്നൊക്കെ മെയിനായിട്ട് നോക്കേണ്ടതുണ്ടല്ലോ. തേർഡ് പേജാണ് ഫസ്റ്റ് വരുന്നത്, മെഷീൻ ടു മെഷീനും IoTയും. ഇത് എപ്പോഴും 3 മാർക്സിന് അല്ലെങ്കിൽ 4 മാർക്സിന് ചോദിക്കുന്ന ഒരു കമ്പാരിസൺ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ M2M ആൻഡ് IoT. ഫസ്റ്റ് M2Mൻ്റെ ഫുൾ ഫോം തന്നെ എഴുതുക, മെഷീൻ ടു മെഷീൻ, ആൻഡ് മറ്റേത് എന്താണ് വരുന്നത്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. പിന്നെ മെഷീൻ ടു മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്, സിഗ്ബീസ് ആൻഡ് ബ്ലൂടൂത്തുകൾ. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, HTTP, COAP, പിന്നെ നമ്മുടെ MQTT. ഇതൊക്കെയാണ് നമ്മൾ IoTക്കകത്തിൽ യൂസ് ചെയ്യുന്നത്. മെഷീൻസ് M2Mനകത്തിൽ ഹോമോജീനിയസ് മെഷീൻസ്, അതായത് സെയിം ടൈപ്സ് ഓഫ് മെഷീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. IoTക്കകത്തിൽ വരുന്ന തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹെട്രോജീനിയസ് ആണ്. അത് മേ ബി സെൻസേഴ്സ് ആവാം, ആക്ച്വേറ്റേഴ്സ് ആവാം, പിന്നെ സോഫ്റ്റ്വെയർസ് ആവാം, അതെല്ലാമാണ് തിങ്സ് ഇൻ IoT എന്ന് പറയുന്നത് എന്താ, ഹെട്രോജീനിയസ് ആണ്. പിന്നെ നമ്മൾ മെഷീൻ ടു മെഷീനിൽ കൂടുതലും ഹാർഡ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വരുമ്പോഴത്തേക്കിന് നമ്മൾ ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഇത് മെഷീൻ ടു മെഷീൻ ഇൻ്റർനെറ്റ് ഡിപ്പെൻഡഡ് അല്ല, അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്താണ്, മെഷീൻ ഇൻ്റർനെറ്റ് ഡിപ്പെൻഡഡ് ആണ്. M2Mൻ്റെ ഡേറ്റാസിനെ നമ്മൾ പോയിൻറ്റിലാണ് കളക്ട് ചെയ്യുന്നത്. എന്താ, ഓരോ ഡേറ്റ പോയിൻറ്റ്സിലാണ് നമ്മൾ ഇതിനെ കളക്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ IoTക്കകത്തിലോ നമ്മൾ കളക്ട് ചെയ്യുന്നത് ക്ലൗഡിലാണ്. എന്താ, പോയിൻ്റ് സോഴ്സിലും ക്ലൗഡിലുമാണ് ഡേറ്റ കളക്ഷൻ വരുന്നത്. എക്സാമ്പിൾസ് സെൻസർ ഡേറ്റാസ്, ഇൻഫർമേഷൻസ് എക്സെട്ര. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് വിയറബിൾസ്, ബിഗ് ഡേറ്റ ക്ലൗഡ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെ M2M IoTയും മെഷീൻ ടു മെഷീൻ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, പ്രോട്ടോകോൾസ് യൂസ്ഡ് സിഗ്ബി ആൻഡ് ബ്ലൂടൂത്ത്. മറ്റേത് വന്നപ്പോഴത്തേക്കും HTTP, COAP, വെബ് സോക്കറ്റ്, MQTT. മെഷീൻസ് ഹോമോജീനിയസ് ആണ്, ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കിന് ഹെട്രോജീനിയസ് ആണ്. ഇത് കൂടുതൽ ഹാർഡ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ IoT വരുമ്പോഴത്തേക്കിന് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് നമ്മൾ യൂസ് ചെയ്യും. ഇത് ഇൻ്റർനെറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നമ്മുടെ മെഷീൻ ടു മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. മറ്റേത് ഡിപ്പെൻഡഡ് ഓൺ ഇൻ്റർനെറ്റ് ആണ്. പോയിൻറ്റ് സോഴ്സസിലായിരിക്കും ഡേറ്റ കളക്ഷൻ നടക്കുന്നത്, ഇത് ക്ലൗഡിലായിരിക്കും കളക്ഷൻ നടക്കുന്നത്. എക്സാമ്പിൾ സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ് ഒക്കെ. ഇത് നമ്മുടെ സ്മാർട്ട് വിയറബിൾസ്, ബിഗ് ഡേറ്റാസ്, ക്ലൗഡ്സ് ഒക്കെ. ഇനിയും M2M ഗേറ്റ്വേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. M2M ഗേറ്റ്വേസ് നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചു. ഗേറ്റ്വേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, പ്രോട്ടോകോൾസിനെ ട്രാൻസ്ഫർ ചെയ്യും. കണ്ടോ, M2M ഗേറ്റ്വേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിർച്വൽ നോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ M2M നോഡ്സിനകത്തിലുള്ളത് എന്താണെന്നറിയോ, ലോക്കൽ പ്രോട്ടോകോൾസ് ആണ്. ആ ലോക്കൽ അല്ലെങ്കിൽ നേറ്റീവ് പ്രോട്ടോകോൾസ്. ഈ നേറ്റീവ് പ്രോട്ടോകോൾസിനെ നമ്മൾ പ്രോട്ടോകോൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്ത് യൂസ് ചെയ്തിട്ട്, പ്രോക്സി യൂസ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ എന്താക്കും, IP പ്രോട്ടോകോൾസ് ആക്കും. എന്താ പറഞ്ഞത്, M2M നോട്ട്സിലുള്ളത് നേറ്റീവ് പ്രോട്ടോകോൾസ് ആണ്. അതിനെ നമ്മൾ പ്രോക്സി യൂസ് ചെയ്ത് എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും. അതാണ് അതിനകത്ത് നടക്കുന്നത്. ഓക്കെ, അതാണ് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിന് IP റൂട്ടിങ്. അപ്പോൾ M2M നോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തുണ്ട്, നേറ്റീവ് പ്രോട്ടോകോൾസ് ഉണ്ട്. ഗേറ്റ്വേസ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതാണ് M2M ഗേറ്റ്വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ. മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ പ്രോട്ടോകോൾസിനെ IP സ്റ്റാൻഡേർഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയും നെക്സ്റ്റ് ടോപ്പിക് ഇതിനകത്തിൽ വരുന്നത് SDN എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗ്. SDN എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് ലെയറിനെ എന്ത് ചെയ്യും, വിർച്വലൈസ് ചെയ്യും. എന്താ ചെയ്യുന്നത്, നെറ്റ്വർക്ക് ലെയറിനെ നമ്മൾ വിർച്വലൈസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏൻഷ്യൻ ടൈംസിൽ നമ്മുടെ സ്വിച്ച് ആയിരുന്നു നമ്മുടെ ഡേറ്റ പ്ലെയിൻ്റെയും കൺട്രോൾ പ്ലെയിൻ്റെയും ഇടയ്ക്ക് ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഡയഗ്രം ഉണ്ട് ഇവിടെ എവിടെയോ കാണിക്കാവേ, ഇതെന്നെ കണ്ടോ, ഇത് ഞാൻ റഫായിട്ട് വരച്ചിരിക്കുക. കൺട്രോൾ പ്ലെയിന് കണ്ടോ, ഫസ്റ്റ് നമ്മുടെ കൺട്രോൾ പ്ലെയിനും ഡേറ്റ പ്ലെയിനും ഒരുമിച്ചായിരുന്നു. അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു സ്വിച്ച് ആയിരുന്നു. പിന്നീട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എന്ത് സംഭവിച്ചെന്നറിയാവോ, നമ്പർ ഓഫ് യൂസേഴ്സ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ കോംപ്ലക്സിറ്റി കൂടി, മാനേജ്മെൻറ്റ് ഓവർഹെഡ് കൂടി, സ്കെയിലബിലിറ്റി കുറഞ്ഞു. ഓക്കെ, ട്രഡീഷണൽ നെറ്റ്വർക്ക്സിന് ഡിസഡ്വാൻറ്റേജസ് ആണ്. അതായത് നമ്മുടെ IP നമ്മുടെ ഡേറ്റ പ്ലെയിനും കൺട്രോൾ പ്ലെയിനും ഒരുമിച്ചിരുന്ന സമയത്ത് ഒരു സ്വിച്ച് മാത്രം അവർ രണ്ടുപേരുടെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്പർ ഓഫ് യൂസേഴ്സ് കൂടുന്ന അനുസരിച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവാനായിട്ട് തുടങ്ങി. എങ്ങനെ, കോംപ്ലക്സ് നെറ്റ്വർക്ക് ഡിവൈസസ് വരാനായിട്ട് തുടങ്ങി, മാനേജ്മെൻറ്റ് ഓവർഹെഡ് ഉണ്ടാവാൻ
ആവാനായിട്ട് തുടങ്ങി, സ്കെയിലബിലിറ്റി കുറയാനായിട്ട് തുടങ്ങി. ഇത്രയുമായിരുന്നു ഡിസഡ്വാൻറ്റേജസ്. ഈ ഡിസഡ്വാൻറ്റേജസിനെ നമ്മൾ മറികടക്കാനായിട്ട് എന്ത് ചെയ്തു? കൺട്രോൾ പ്ലെയിനെ അങ്ങ് വിർച്വലൈസ് ചെയ്തു. ഓക്കെ, എന്ത് ചെയ്തു? കൺട്രോൾ പ്ലെയിനെ നമ്മൾ എന്ത് ചെയ്തു? വിർച്വലൈസ് ചെയ്തു. എന്നിട്ട് സ്വിച്ച് ഡേറ്റ പ്ലെയിൻ മാത്രം കൺട്രോൾ ചെയ്യുന്ന രീതിയിലോട്ടാക്കി. അതാണ് ഇതിനകത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള മെയിൻ പർപ്പസ്. ഓക്കെ, അത് തന്നെയാണ് ഇതിനകത്ത് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഇത് ഡേറ്റ പ്ലെയിൻ്റെ ഫങ്ഷൻസ് ആണ്. ഡേറ്റ പ്ലെയിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഡേറ്റ പാക്കറ്റ്സിനെ ഫോർവേഡ് ചെയ്യണം, സെഗ്മെൻറ്റ് ചെയ്യണം, റെപ്ലിക്കേറ്റ് ചെയ്യണം. ഫോർവേഡ്, സെഗ്മെൻറ്റേഷൻ ആൻഡ് റെപ്ലിക്കേഷൻ. കൺട്രോൾ പ്ലെയിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? നമ്മുടെ റൂട്ടിംഗ് ടേബിൾസ് ഉണ്ടാക്കുക, സേഫ്റ്റി പാക്കറ്റ്സിനെ എല്ലാത്തിനും സെറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് എന്ത്? SDN, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ SDN അല്ലെങ്കിൽ DNS നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. നെറ്റ്വർക്ക് ലെയറിനെ എന്ത് ചെയ്തു? നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് സെൻട്രലൈസ്ഡ് ചെയ്തു അല്ലെങ്കിൽ വിർച്വലൈസ് ചെയ്തു. ഇനി SDNൻ്റെ ആർക്കിടെക്ചർ നമുക്ക് നോക്കാം. SDN ആർക്കിടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഏറ്റവും മണ്ടയ്ക്ക് ഒരു ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ലെയർ ഉണ്ട്. ഇവരെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ആരാ? ഓപ്പറേറ്റിംഗ് ലെയർ. എന്താണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞ്? ഇവരെ രണ്ടുപേരോടെ കണക്ട് ചെയ്യുന്നത് ആരാ? നമ്മുടെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ലെയർ ഉണ്ട്. കണക്ട് ചെയ്യുന്നത് ആരാ? നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. രണ്ട് സൈഡിലും, ഈ ആപ്ലിക്കേഷൻ ലെയറിൻ്റെ സൈഡിലെല്ലാം നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസ് ആണുള്ളത്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിനകത്തിലൊക്കെ പാക്കറ്റ് സ്വിച്ചസ്, മെയിൻലി എന്താണ് വരുന്നത്? സ്വിച്ചസ് ആണ് നമുക്ക് ഇതിനകത്തിലുള്ളത്. ഈ ഒരു സ്വിച്ചസിനെ എല്ലാത്തിനെയും, ഇൻഫ്രാസ്ട്രക്ചറിലെ സ്വിച്ചസിനെ എല്ലാവരെയും കൂടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ലെയറിന് പറയുന്ന വേറൊരു പേരാണ് കൺട്രോളർ ലെയർ, ഇടയ്ക്ക് വരുന്ന കൺട്രോളർ ലെയർ. ഈ ഒരു കൺട്രോളർ ലെയർ വഴിയാണ് ഈ ഒരു നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസിനെ എല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞ്? SDN ആർക്കിടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ലെയർ ഉണ്ട്. ഈ നടുക്ക് എന്തുണ്ട്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചർ ലെയറിൽ എന്താണുള്ളത്? സ്വിച്ചസ് ആണുള്ളത്. ഓരോ സ്വിച്ചസും തമ്മിലും ഇൻ്റർ കണക്റ്റഡ് ആണ്. ദെൻ ഇതുവരെ എല്ലാവരെയും നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആപ്ലിക്കേഷൻ ലെയറിലെ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസ് കൺട്രോളർ ലെയർ വഴി എവിടോട്ട് പാസ് ചെയ്യുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് വരുന്നു. രണ്ട് സൈഡിൽ APIs ഉണ്ട്. ആപ്ലിക്കേഷൻ സൈഡിൽ API ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ സൈഡിലും API ഉണ്ട്. ഈ സൈഡിലെ APIക്ക് നമ്മൾ പറയുന്ന പേരാണ് നോർത്ത് ബൗണ്ട് APIയും ഇത് നമ്മുടെ സൗത്ത് ബൗണ്ട് APIയും. ഇത് നോർത്ത് ബൗണ്ട് APIയുടെ വേറെ പേരാണ് പ്രോഗ്രാമബിൾ APIs ആൻഡ് സൗത്ത് ബൗണ്ട് APIയുടെ വേറെ പേരാണ് ഓപ്പൺ ഫ്ലോ API. ഓരോന്നിനെ പറ്റി പറയാം. ഫസ്റ്റ് എന്തുവാ പറയുന്നത്? നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ആസ് എ കൺട്രോളർ ബിറ്റ്വീൻ ദ ആപ്ലിക്കേഷൻ ലെയർ ആൻഡ് ദ ഡേറ്റ പ്ലെയിൻ. ഡേറ്റ പ്ലെയിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ലെയറിൻ്റെയും ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഇടയ്ക്കൊരു കൺട്രോളറായിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ആക്ട് ചെയ്യുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ലെയറിനകത്തിൽ എന്താണുള്ളത്? പ്രോഗ്രാമബിൾ APIs ആണുള്ളത്. വേറെ പേരാണ് നോർത്ത് ബൗണ്ട് APIs. കൺട്രോളർ ഡേറ്റ പ്ലെയിനിൽ എന്തുണ്ട്? അത് ഓപ്പൺ ഫ്ലോ APIs ആണുള്ളത്. അതിന് പറയുന്ന വേറെ പേരാണ് എന്ത്? സൗത്ത് ബൗണ്ട് APIs. ഓക്കെ, ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ലെയറിൽ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമ്മുടെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തേക്കുക യൂസിങ് എന്ത്? കൺട്രോളർ ലെയർ വെച്ചിട്ട്. ഡേറ്റ പ്ലെയിനിൽ എന്താണുള്ളത്? സ്വിച്ചസ് ആണുള്ളത്. ഡേറ്റ ഇൻ ദ ഫോം ഓഫ് സിമ്പിൾ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ അതിനകത്തിൽ സേവ് ചെയ്തിട്ടുണ്ടാവുന്നത്. അതിനെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ലെയർ വഴിയാണ് എന്തിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, SDN ഇമ്പോർട്ടൻ്റ് ആണ്. SDN ആർക്കിടെക്ചർ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് NFV. NFV എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ? നെറ്റ്വർക്ക് ഫങ്ഷൻ വെർച്വലൈസേഷൻ. നെറ്റ്വർക്ക് ഫങ്ഷൻ വെർച്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ SDN എന്തുവാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. നമ്മുടെ കൺട്രോൾ പ്ലെയിനെ വിർച്വലൈസ് ചെയ്തു. ആ പ്ലെയിനെ വിർച്വലൈസ് ചെയ്യണമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആ പ്ലെയിനെ നമ്മൾ വെർച്വലൈസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു വെർച്വലൈസേഷൻ പോസിബിൾ ആയത് എന്തുള്ളത് കൊണ്ട് മാത്രമാണ്? നെറ്റ്വർക്ക് ഫങ്ഷൻ വെർച്വലൈസേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ ആർക്കിടെക്ചറിൽ 3 പാർട്ടുണ്ട്. നമ്മുടെ VNF, വിർച്വൽ നെറ്റ്വർക്ക് ഫങ്ഷൻസ്, വിർച്വൽ നെറ്റ്വർക്ക് ഫങ്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഫങ്ഷൻ വെർച്വലൈസേഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് ഓർക്കസ്ട്രേഷൻ.
ഫങ്ഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ്? ഫങ്ഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തിൽ വരുന്നത്. എന്തൊക്കെയായിരുന്നു? ഫങ്ഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗസ്റ്റേഷൻ. അത് ഓരോന്നും എന്താ ഇതിനകത്തിൽ വരുന്നത്? ഫസ്റ്റ് നമ്മുടെ നെറ്റ്വർക്ക് ഫങ്ഷൻ വിർച്വലൈസേഷൻ. വിർച്വൽ നെറ്റ്വർക്ക് വിഷ്വലൈസേഷൻ വിർച്വൽ നെറ്റ്വർക്ക് ഫങ്ഷനാണ് ഫസ്റ്റ് ലെയർ. നമ്മുടെ നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ നെക്സ്റ്റ് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ലെയർ. അതിനകത്തിൽ വിർച്വൽ കമ്പ്യൂട്ടേഴ്സ്, വിർച്വൽ നെറ്റ്വർക്കുകൾ, വിർച്വൽ സ്റ്റോറേജ്, വിഷ്വലൈസേഷൻ ലെയർ, കമ്പ്യൂട്ടർ, നെറ്റ്വർക്ക്, സ്റ്റോറേജ്. നെറ്റ്വർക്കും കമ്പ്യൂട്ടറും സ്റ്റോറേജും വിർച്വലൈസേഷൻ ലെയർ. അതാണ് ഇൻഫ്രാസ്ട്രക്ചറിനകത്തിൽ വരുന്നത്. പിന്നെ ലാസ്റ്റിൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗസ്റ്റേഷൻ. ഇതാണ് നമ്മുടെ ആർക്കിടെക്ചർ ഓഫ് NVF. നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് മൊഡ്യൂൾ ഇതിനകത്തിൽ പഠിച്ച്? ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ M2M ആൻഡ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പഠിച്ചു. M2M ഗേറ്റ്വേസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? SDN പഠിച്ചു. SDNൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? അതിനകത്തിൽ പഠിച്ചു. പിന്നെ നമ്മൾ അതിനകത്തിൽ പഠിച്ചത് കോംപ്ലക്സിറ്റി, പ്രോബ്ലംസ് ഓഫ് SDN നമ്മൾ പഠിച്ചു. പ്രോബ്ലംസ് ഓഫ് SDN പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്തതെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചതാണ് അതിൻ്റെ ആർക്കിടെക്ചർ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് NVF, നെറ്റ്വർക്ക് വിർച്വലൈസേഷൻ ഫംഗ്ഷൻ. 3 പാർട്ട് എന്തൊക്കെയായിരുന്നു നെറ്റ്വർക്ക് വിർച്വലൈസേഷൻ ഫംഗ്ഷൻ്റെ? വിർച്വൽ നെറ്റ്വർക്ക് ഫങ്ഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗസ്റ്റേഷൻ. ഈ 3 പാർട്ടാണ് അതിനകത്തിൽ വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ആർക്കിടെക്ചർ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്തിനെ പറ്റിയാ? സ്മാർട്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ തിങ്സ് ഇൻ IoT. സ്മാർട്ട് ഒബ്ജക്ട്സിനെ പറ്റി പഠിക്കാനുണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പഠിക്കാനുണ്ട്, ട്രെൻഡ്സ്, അഡ്വാൻറ്റേജസ്, വയർലെസ് സെൻസർ നെറ്റ്വർക്ക്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയ്ക്കകത്തിൽ പറയാം. അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു.